അതിലെടുക്ക്. ഈ വരുന്ന 28-ാം തീയതി, അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അന്നാണ് നമ്മളെ റിനിന്റെ അനിയത്തി റിഷാനന്റെ ബർത്ത്ഡേ വരുന്നത്. ബർത്ത്ഡേന്റെ അന്നാകുമ്പോൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യും, പക്ഷെ ബർത്ത്ഡേന്റെ മുന്നേ കൊടുക്കുമ്പോൾ എന്തായാലും എക്സ്പെക്ട് ആവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നുള്ള പ്ലാനും വിചാരിച്ചാണ്ട് റിനി ഓളോടെ ആയിരുന്നു. അപ്പൊ അവിടുന്ന് ബസ്സും കയറിയിട്ട് വളാഞ്ചേരിക്ക് വരാൻ പറഞ്ഞു. അവിടുന്ന് വളാഞ്ചേരി ഞങ്ങൾ ഒരു ചായ ലൈമൊക്കെ കുടിച്ചാണ്ട് വളാഞ്ചേരിയിലെ യൂൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ കണ്ട് പോയിട്ടാ. അവിടുന്ന് കണ്ടതും കാണാത്തൊക്കെ ആയിട്ടുള്ള ഏതൊക്കെയോ വലിച്ചു വാരി എടുത്തുകാണ്ട് നേരെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഡ്രസ്സ് തൂക്കിയെടുക്കണ കട ഉണ്ട്, ഈ കാണുന്ന പ്രൈസ് നമുക്ക് ആയിട്ടുള്ളൂ കേട്ടാകെ. അവിടുന്ന് പിന്നെ നേരെ വിട്ട് അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിലാണ്ട് പെട്ട് നേരെ പെരുന്തൽമണ്ണ സ്റ്റുഡിയോ കണ്ട് പോയിട്ട് അവിടുന്ന് പിന്നെ കുറച്ച് സാധനങ്ങൾ അവിടെയും തപ്പിട്ട. അതിന്റെ ഇടയിൽ ഞാനൊരു ഷർട്ടും പാൻറ്റും ഇട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയട്ടെ. അതിന്റെ ഇടയിൽ അവിടുന്ന് നല്ലത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ് ഞങ്ങൾ നേരെ ബില്ല് ചെയ്ത് ഇറങ്ങിട്ടാ. ഓള് വീട്ടിൽ വന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉമ്മാക്കും ഉപ്പാക്കും കാണിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഡ്രസ്സ് പാക്ക് ചെയ്ത് ഗിഫ്റ്റ് ആക്കി ചെയ്യാട്ടോ. ഗിഫ്റ്റ് പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് നേരെ വിടണം ഓളെ സ്കൂൾക്ക് ഓളെ സർപ്രൈസ് ആയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാട്ടാ. റോട്ടിൽ ഞങ്ങൾ വണ്ടി കണ്ട ഉടനെ താത്താന്ന് വിളിച്ച് കണ്ട് ഓളെ അനിയത്തി ഒറ്റ ഓട്ടി വന്നിട്ട് നമ്മള് ഓൾക്ക് PT പീരീഡ് ആയിരുന്നാലോ ആകണ്ട് മൂഞ്ചി. സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് നമ്മള് സർപ്രൈസ് ആയ അവസ്ഥയായി പോയി ഗൈസ്. പക്ഷെ എന്താ റീസൺ ഒന്നും പറയാതെ ഓരോ നേരെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നേരെ ഓരോ ഓഫീസിൽ പോയിട്ട് പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഞങ്ങൾ നേരെ ഓളെ ഇറക്കി കൊടുത്തിട്ടോ. അനിയത്തിന്റെ കൂടെ ഓളെ കസിൻ സിസ്റ്ററിയും കൂട്ടിക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലെത്തിയപ്പോ തന്നെ നേരെ സർപ്രൈസ് ആയിട്ട് പൊളിച്ച് നേരെ സാധനം കൈക്കാണ്ട് കൊടുത്തിട്ടോ. അതിലെടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഗിഫ്റ്റ് എടുത്ത ഡ്രസ്സ് പൊട്ടിച്ചുകൊണ്ട് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മളൊരു ഫോട്ടോഷൂട്ടും പ്ലാൻ ചെയ്തിരുന്നു. ആ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പമ്പത്ത് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ ലൊക്കേഷനിൽ പോയിട്ടോ ഫോട്ടോ എടുക്കാൻ. അവിടുന്ന് കുറച്ച് കിടക്കാച്ചി കിണ്ണങ്കാച്ചി ഫോട്ടോസ് എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ പാക്കപ്പ് ചെയ്തു. അപ്പൊ അത്രയുള്ളൂ, ബൈ.